CBI ഓഫീസറായ ദുർഗയുടെ കാഴ്ചശക്തി ഒരു അപകടത്തിൽ നഷ്ടപ്പെടുന്നു. ആ അപകടത്തിൽ അനിയൻ മരിക്കുകയും അവളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുകയും ചെയ്യുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം നഗരത്തിലെ ചില പെൺകുട്ടികളെ തുടർച്ചയായി കാണാതാകാൻ തുടങ്ങുന്നു. അവരെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സൈക്കോ കില്ലറാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാകുന്നു. ഒരു ദിവസം അവൾ ടാക്സിയിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർ സംശയത്തോടെ പെരുമാറുന്ന അവൾക്ക് തോന്നുന്നു. അവളുടെ കേൾവിശക്തിയും സ്മെൽ തിരിച്ചറിയാനുള്ള കഴിവും ഉപയോഗിച്ച് എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾ മനസ്സിലാകുന്നു. ആ ഡ്രൈവർ തന്നെയാണ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സൈക്കോ എന്ന് പിന്നീട് വ്യക്തമായി അവൾ പോലീസിനോട് പറയുന്നു. തുടക്കത്തിൽ അവളുടെ വാക്കുകൾ ആരും ഗൗരവമായി എടുക്കുന്നില്ല. പക്ഷെ ഒരു പോലീസ് ഓഫീസറായ മണികണ്ഠൻ അവൾ വിശ്വസിച്ച് അന്വേഷണം തുടങ്ങുന്നു. പിന്നീട് ഗൗതം എന്ന യുവാവും ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നു. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കാണാതായ പെൺകുട്ടികൾ എല്ലാവരും ഒരേ രീതിയിൽ അബോർഷൻ ക്ലിനിക്കുമായി ബന്ധമുള്ളവരാണെന്ന് അവർ കണ്ടെത്തുന്നു. അങ്ങനെ അവർക്ക് ആ സൈക്കോ ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആണെന്ന് മനസ്സിലാകുന്നു. അബോർഷൻ ചെയ്യാൻ വരുന്ന പെൺകുട്ടികളുടെ സ്വകാര്യ വീഡിയോ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരെ തട്ടിക്കൊണ്ടുപോകുകയാണ് അവന്റെ രീതി. അവനെ പിടിക്കാൻ ദുർഗ ഇരയായി നടിച്ച് ഏജന്റിന്റെ സഹായത്തോടെ അവന്റെ ക്ലിനിക്കിലേക്ക് പോകുന്നു. അവിടെ വലിയ അടിപിടി നടക്കുന്നു. ഒടുവിൽ പോലീസിന്റെ സഹായത്തോടെ ആ സൈക്കോ പിടിക്കപ്പെടുന്നു. പോലീസ് ചോദ്യം ചെയ്യലിൽ അവൻ തന്റെ ഭാര്യയുമായുള്ള പ്രശ്നങ്ങൾ കാരണം സ്ത്രീകളോട് ക്രൂരമായി മനോഭാവം വളർത്തുന്നതാണെന്ന് വെളിപ്പെടുത്തുന്നു. പക്ഷെ പിന്നീട് അവൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുകയും ദുർഗയെ കൊല്ലാൻ അവളുടെ ഓർഫനേജിലേക്ക് എത്തുകയും ചെയ്യുന്നു. അവിടെ വലിയ പോരാട്ടം നടക്കുന്നു. കാഴ്ചയില്ലാത്തവളായിരുന്നിട്ടും ദുർഗ തന്റെ ബുദ്ധിയും ധൈര്യം ഉപയോഗിച്ച് അവനെ നേരിടുന്നു. അവസാനം അവൾ അവനെ കൊല്ലുന്നു. അതിനുശേഷം തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളെ പോലീസ് രക്ഷിക്കുന്നു. പിന്നീട് ദുർഗയ്ക്ക് സർജറിയിലൂടെ കാഴ്ചശക്തി തിരികെ ലഭിക്കുകയും അവൾ പോലീസ് ജോലിയിലേക്ക് വീണ്ടും പ്രവേശിക്കുകയും ചെയ്യുന്നു.